ഇന്നത്തെ കാർഡ് റീഡിങ്ങിൽ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അവരെന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാർഡ്സ് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തകളും ആശയക്കുഴപ്പങ്ങളും ഒരേ സമയം നടക്കുന്നുണ്ടെന്ന് പറയാം. ഇത് സിംപ്ലി ഇഷ്ടമാണോ അല്ലയോ അങ്ങനത്തെ തരത്തിലുള്ള ഒരു എനർജി അല്ല. ഇവിടെ അട്രാക്ഷൻ ഉണ്ട്, ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ ഈ കണക്ഷൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്തയും അവരുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തി ഒരു കണക്ഷൻ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമായിട്ട് കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബന്ധത്തിന് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നോ, അത് ഭാവിയിൽ സീരിയസ് ആകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അതേസമയം 5 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർട്സ്, 9 ഓഫ് സോർട്സ് കാർഡ്സ് എല്ലാം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റിയെയും ഫിയറിനെയും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ഫിയറും അവർക്കുണ്ട്. ഇനി നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് റീഡിങ് നോക്കാം. ആദ്യത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ട് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രധാന ചിന്ത എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു മാറ്റം വരാനിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എവിടേക്കാണ് പോകുന്നത്, ഇനി എന്തെങ്കിലും മാറാനായിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നിങ്ങളുടെ വിധി, ടൈമിങ് അല്ലെങ്കിൽ സൈക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ ഒരു പക്ഷേ ഓൺ ആൻഡ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും ഈ കണക്ഷനിലുള്ളത്. അതായത് ഒരു സമയത്ത് വളരെ അടുത്തതായിട്ട് തോന്നിയിട്ടുണ്ടാവും, അതിനുശേഷം വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവാം. നേരത്തെ നിങ്ങൾ നല്ലപോലെ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു തോന്നിയ സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് ഈ കണക്ഷൻ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ട് തോന്നുന്നില്ല. എന്തോ ഒരു ചാപ്റ്റർ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊരു ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട്. ഈ സെക്കൻഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത് ഹൈറോഫൻ കാർഡാണ്. ഇതിൽ ഈ കണക്ഷനെ അവർ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ള കാര്യമാണ്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ അടുത്തതായിട്ട്, അതായത് സെക്കൻഡ് കാർഡായിട്ട് ഈ ഹൈറോഫൻ്റെ കാർഡ് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം സിമ്പിളി ഒരു അട്രാക്ഷൻ മാത്രമല്ല ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിലൊരു പക്ഷേ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പായിട്ട് മാറുമോ അങ്ങനൊരു ചിന്തയുണ്ട്. പിന്നെ ഈ നിങ്ങൾ അവരുടെ ഫ്യൂച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ചൊരു സ്ഥിരതയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുമോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. തന്നെ ഈ വ്യക്തി നിങ്ങളെ ലോങ് ടേം പെർസ്പെക്റ്റീവ് കാണുന്ന ഒരു പോസിബിലിറ്റി ഈ കാർഡ് നൽകുന്നുണ്ട്. പക്ഷേ ഹൈറോഫൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് എന്തെങ്കിലും ഫാമിലി സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളൊരു സർക്കംസ്റ്റാൻസസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂണോ അല്ലെങ്കിൽ അതും ഈ ഹൈറോഫൻറ്റും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഈ കണക്ഷൻ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നതെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ കാർഡ്സ് രണ്ടും കാണിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡായിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ ശരിക്കും എനർജി പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് പറയണം, അങ്ങനെയൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അർജുണ്ട്. അപ്പോൾ അവരിങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കാര്യമില്ല, ഞാൻ അവരോട് സംസാരിക്കണം, നമ്മുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം, അങ്ങനെയൊക്കെ ഒരു തോട്ട് അവർക്കുണ്ട്. ഈ കാർഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ സൈഡിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ തന്നെ അത് സഡൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. പക്ഷേ ഈ നൈറ്റ് ഓഫ് സോർട്സ് ഒരു ഇമ്പൾസീവാണ്, അതായത് ഒരു ഫാസ്റ്റ് എനർജി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിന്തിച്ചുറപ്പിക്കുന്നതിന് മുൻപേ തന്നെ സംസാരിക്കുകയും പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു എനർജി കൂടിയാണെന്ന് പറയാം.
അതുകൊണ്ട് ഈ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കാം, പക്ഷേ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിരിക്കണമെന്നില്ല. അടുത്തതായിട്ട് ഫോർത്ത് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇതാണ് റീഡിങ്ങിൻ്റെ ഇമോഷണൽ വൾണറബിൾ സൈഡ് എന്ന് പറയുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു പക്ഷേ ഒരു ഫിയർ കാണും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേസ് ഉണ്ടോ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ അവരെ ഇനി അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത അവർക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല, നേരിട്ട് റിജക്റ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് അവരെ കൂടുതൽ ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതൊരു പുഷ് പുൾ എനർജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ അവർക്ക് അടുത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ റിജക്ഷനെ പേടിയാണ്. സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് റെസ്പോൺസ് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല. കണക്ഷൻ വേണമെന്നവർക്കുണ്ട്, പക്ഷേ അത് എന്തെങ്കിലും ഹർട്ടാവുമോ, അവർക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഹർട്ടാവുമോ, അങ്ങനെ ഒരു കാര്യം അവർക്കുണ്ട്, അങ്ങനെ ഒരു ഭയം അവർക്കുണ്ട്. അടുത്തതെന്ന് പറയുന്നത് 2 ഓഫ് സോർട്സ് കാർഡാണ്. എന്തുകൊണ്ടാണ് അവർ തീരുമാനം എടുക്കാത്തത്? 2 ഓഫ് സോർട്സ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിസിഷനെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഒരു ഇമോഷണൽ ക്രോസ് റോഡിൽ നിൽക്കുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് അവർക്ക് 2 പോസിബിലിറ്റീസ് കാണാം. ഞാൻ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഞാൻ പിന്നോട്ട് മാറണോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. എന്തായാലും അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നൊരു സൈൻ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിട്ട് അവരങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നോക്കുകയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് ആ ഫീലിങ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കുകയായിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ 2 ഓഫ് സോർട്സിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഫീലിങ്സ് തുറന്ന് പറയുന്നതിലൂടെ ഹർട്ട് ആകുമോ എന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ഇമോഷൻസ് അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ കാർഡിൽ കാണിക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടെങ്കിലും അവരതൊന്നും പുറത്ത് കാണിക്കാത്ത ഒരവസ്ഥയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അടുത്ത 6th കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തയാണ് ഈ കാർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ശരിക്കും റീഡിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു ലോങ് ടൈം എന്നൊരു തോട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ കാർഡ് കാണിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു ചിന്ത വരാം, നിങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കാൻ കഴിയുമോ, നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുമോ. അതുപോലെ തന്നെ ഇത് മാരേജ് ആകുമെന്ന് ഈ കാർഡ് ഉറപ്പായിട്ട് പറയുന്നില്ല, പക്ഷെ ഒരു ലോങ് ടൈം പോസിബിലിറ്റി അവരുടെ മൈൻഡിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു ചിന്തയുണ്ട്. അടുത്ത 7th കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അതായത് അവർ മറച്ചു വെക്കുന്ന ഫീലിങ്സ് എന്താണെന്നാണ് ഈ പേജ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ശരിക്കും ഈ പേജ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുന്നത് ഈ സ്പ്രെഡിലുള്ള ഏറ്റവും സ്വീറ്റ് കാർഡ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും കാണിക്കുന്നുണ്ട്, പക്ഷേ അവർ അത് പുറത്ത് കാണിക്കുന്നില്ല. അവർ പുറത്ത് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് കാണിച്ചാലും അല്ലെങ്കിൽ പെരുമാറിയാലും അവരുടെ ഉള്ളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങളെ പറ്റിയുണ്ട്. അവർ ഈ കാർഡ് അനുസരിച്ച് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അവർക്കിപ്പോഴും നിങ്ങളോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾ തമ്മിലുള്ളത് ഇനി ശരിയാകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഈ പേജ് ഓഫ് കപ്സ് കാർഡ് ഇപ്പം പുതിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ടോ ഉള്ള ഒരു ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാർഡാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം ഫീലിങ്സ് പോലും കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അവർക്ക് എന്തായാലും നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ടെന്നറിയാം, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ എത്രത്തോളം ഡീപ്പായിട്ടാണ് എന്ന് അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അടുത്തത് 9 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ഓവർ തിങ്ക് ചെയ്യുന്നത് അതാണ്. ഈ 9 ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുന്നത് ഈ റീഡിങ്ങിൻ്റെ മെൻ്റൽ സ്ട്രെസ് കാണിക്കുന്ന ഒരു കാർഡാണ്. ഈ വ്യക്തി പുറത്തേക്ക് കാണിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പഴയ കോൺവെർസേഷൻസ് ഒക്കെ ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അവർ പിന്നെ അനലൈസ് ചെയ്യുക, അവർ തെറ്റ് ചെയ്തോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവർക്കൊരു പേടിയുണ്ട്, നിങ്ങൾക്ക് ഇനിയും
അവരോട് ഫീലിങ്സ് ഒന്നും ഇല്ലേ, അതുപോലെ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഡിസ്റ്റൻസ് വന്നത്, നിങ്ങൾ ഇനി വേറെ ആരെങ്കിലുമായിട്ട് മുന്നോട്ട് പോയോ, ഇനി ഈ റിലേഷൻഷിപ്പ് ശരിയാകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കൊരു ഫിയർ ആയിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി തന്നെ അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 9th കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അതായത് അട്രാക്ഷനെയും പാഷനെയും കാണിക്കുന്ന ഒരു കാർഡാണ് ഈ നൈറ്റ് ഓഫ് വാൺസ്. ഇവിടെ എനർജി വീണ്ടും സ്ട്രോങ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളെ അവരൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും കരുതുന്നത്. നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ഒരു ഇമ്പൾസീവായിട്ടുള്ള എനർജിയാണ് ഈ നൈറ്റ് ഓഫ് വാൺസ് കാണിക്കുന്നത്. പക്ഷേ പാഷൻ സ്ട്രോങ് ആണെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതായത് ഓൺ ഓഫ് ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അട്രാക്ഷൻ ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം, പക്ഷേ അവരുടെ ആക്ഷൻസ് സ്ഥിരതയുള്ളതായിരിക്കുമോ എന്ന കാര്യത്തിൽ വളരെ സംശയമാണ് ഇത് കാണിക്കുന്നത്. അവരുടെ ഒരു സൈഡ് സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു, പക്ഷെ മറ്റേ ഒരു സൈഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു പാഷനെയും അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെയുമാണ് കാണിക്കുന്നത്. അവർ ഈ രണ്ട് എനർജിയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ 10th കാർഡായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് വാൺസ് ആണ്. അതായത് അവസാനമായിട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നൊരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്കിപ്പോൾ അറിയണം നിങ്ങൾക്ക് അവരിപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ, നിങ്ങളുടെ അറ്റൻഷന് അവർക്ക് കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ ഈ 6 ഓഫ് വാൺസിന് ഒരു ഈഗോ കമ്പോണൻറ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് പ്യുവർ ലവ് ആണെന്ന് മാത്രം പറയാൻ കഴിയില്ല. അതായത് നിങ്ങളുടെ അറ്റൻഷൻ ഇപ്പോഴും അവർക്ക് ലഭിക്കുമോ എന്നറിയാനായിട്ടുള്ള ഒരു ആഗ്രഹവും ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്കിനി ഈ സ്പ്രെഡ് മുഴുവൻ ഒന്നിച്ച് നോക്കാം. നിങ്ങളെക്കുറിച്ച് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഈ കണക്ഷൻ അവർക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് കാർഡ്സ് എല്ലാം കാണിക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളോട് സംസാരിക്കാനും അടുത്ത് വരാനായിട്ടുള്ളൊരു ആഗ്രഹത്തെയും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ആണുള്ളത്. അതുകൂടാതെ അവർ റിജക്ഷനെയും പേടിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും ഫീലിങ്സും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്നു എന്നതാണ് ഈ കാർഡ്സ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, ഈ റീഡിങ് നിങ്ങൾ വിചാരിച്ച വ്യക്തി ഇമോഷണലി ഫുള്ളി ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. നിങ്ങളെക്കുറിച്ച് അവർക്ക് തോട്ട്സ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു ഫിയർ, ഇൻസെക്യൂരിറ്റി, ഓവർ തിങ്കിങ് അതൊക്കെ വളരെ ശക്തമായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്റർ ഇതുവരെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടില്ല എന്നാണ് ഈ കാർഡ്സ് എല്ലാം പറയുന്നത്. ഈ ടാരറ്റ് കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി ആൻഡ് എനർജി മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വേർഡ്സ്, ആക്ഷൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് അവരുടെ ആക്ഷൻസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.